പുലിവേഷത്തിൽ വന്നിവൻ തിരടിയാച്ചി അന്ത പുലിവേഷത്തിലെ തൊണ്ടിയെടുത്ത് വന്നിരിക്ക. ഇവന്റെ കംബ്ലൂസ് നാരങ്ങ പോലത്തെ മോന്ത കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഹൗസേ പങ്ങാടിയിൽ ഇറങ്ങുമെന്ന് കക്കാൻ. എടാ റോൾഡ് ഗോൾഡ്, കിലാരി കൊടുമുടി കയറി പതാക നാട്ടിന്ന് കരുതി അവിടെ പൊറാട്ട അടിച്ച് കുടികെട്ടി പൊറുക്കൊന്നുമില്ലല്ലോ. എന്നെങ്കിലും നീ 18 പടി ഇറങ്ങുമല്ലോ, അന്ന് നിന്നെ ഞാൻ താഴെയിട്ട് പിടിച്ചോളാം. പേച്ച് മുടിച്ചാച്ചയ്യ. ആ പള്ളത്തിക്കിട്ട് ഒറ്റ വെച്ച ആശന്റെ ടങ്കീസ് പൊട്ടിക്കണോ? ആ കൊത്തൂഴിയെ കണ്ട പോലെ സടവടഞ്ഞ് എരച്ച് നിക്കാവള്. ഏതോ മരം വെട്ട എന്റെ മുഖടിച്ചാ തെറി. അവളേതോ തറ കേസെന്നാ തോന്നണേ. നമുക്ക് വേണോ? കേട്ടാ ആടാ ചുട്ടു വെച്ചതുപോലെ മക്കള് 3 അവക്ക് ഒരു 10 പണവടയുടെ പൊന്നെങ്കിലും അതുങ്ങളുടെ കയ്യിലും കഴുത്തലും വേണ്ടേ? നിന്റെ അവൻ വാക്കത്ത് പണിത് 10 കാശ് ഊറി വന്നാ തട്ടാന്റെ ഉമിത്തിയുടെ അരികിൽ ഉണ്ടാവും. പെങ്ങക്ക് കാശുവാല പണിയാ. എന്റെ ആങ്ങളെ പെങ്ങക്കല്ലാണ്ട് പിന്നെ ആർക്കാ പൊന്നുപണിയണ്ടേ? അതെ എന്റെ പെങ്ങള് ഭവാനി പറഞ്ഞോളൂ. ഭവാനി പറഞ്ഞുള്ളൂ, ഒരു പൊന്നാങ്ങൾ ഇറങ്ങിയിരിക്കുന്നു എല്ലുമുട്ടി. നിനക്ക് അവളെ ഇഷ്ടമല്ലേ? വല്ല പൊട്ടക്കിണറ്റിലും തള്ളിയിട് പോ. പിന്നെ തത്ത ഒന്നും ചെയ്യില്ല. എന്താ ചെയ്താ? ഞങ്ങള് വഴക്കൂടുമെങ്കിലും എനിക്കാ തടിച്ചേ വലിയ ഇഷ്ടാ. ചെലപ്പോ എന്നെ മരിച്ചുപോയ അമ്മയെ പോലെയാ. നിന്റെ കോമാങ്ങ ഞെട്ടേക്ക് അടിക്കാടി പെണ്ണേ, കിറി കൊള്ളു. പുളി ചെനച്ചാന്നും പറഞ്ഞ എല്ലാം കൊല്ലം നന്നതാ. എടി തത്തേ, നീ ആ പാവൻ രാഘവേട്ടനെ ഞാനിമേലിരുത്തി പുകച്ചൊരു വഴിയാക്കിയല്ലേ? അത്രയ്ക്ക് പോവൊന്നുമല്ല, എല്ലുമുട്ടി. പിന്നെ വന്നോ? കിട്ടിയത് പോരാ? ആ വീരപ്പനെ ഇറക്കിയുള്ള പണി ഇച്ചിരി കട്ടിയായി പോയി. എന്റെ പൊന്ന് തത്തെ, എന്നെ ഇങ്ങനെ ഉദ്രവിക്കരുത്. എന്റെ പൊന്ന് തത്തയാ? എന്നാണ് ഞാൻ തന്റെ മുന്നു തത്തയത്? അയ്യോ, അങ്ങനൊന്നും വിചാരിച്ച് പറഞ്ഞല്ലെന്നേ. അയ്യോ, ഞാൻ എങ്ങനെ വിചാരിച്ചു പറഞ്ഞതാ? നിന്റെ പിഞ്ഞാണം പൊട്ടിത്തെറിച്ചുള്ള ബഹളവും കുപ്പിവെള്ള കിളിങ്ങുന്ന പോലുള്ള ചിരിയും കുടമാളൂർ അമ്മയോടുള്ള ഈ അടക്കാപ്രേമൊക്കെ കണ്ടപ്പോ ഒരു രസം തോന്നി. ആ രസത്തിനുള്ള രസായന എന്റെ മോനിന്നലെ കിട്ടിയത്. എന്റെ മോനോ? അയ്യടാ, നിങ്ങാ പോലത്തെ മോന്ത കണ്ടേച്ചാ മതി. ഒരു മോൻ തീർന്നില്ല, രസായനമായിട്ടേ ഉള്ളൂ. കഷായം പുറകെ വരുന്നുണ്ട്, ചെന്നിയായം മേമ്പടി ചേർത്തിട്ട്. അയ്യോ, ഇതെല്ലാം കൂടെ താങ്ങാനുള്ള ഒരു ആംബിയർ എനിക്കില്ല എന്റെ അപ്പോ. നിനക്ക് ഒരു വിചാരമുണ്ട്, നീ വലിയ ബുദ്ധിമാനാണെന്ന്. 5 പടത്തിന്ന് കട്ടിട്ട് ആ കട്ടേനൊരു കള്ളപ്പേരിട്ടിരിക്കുന്നു, പുലിക്കോട്ടെ വാലിവൻ. മുടി വെട്ടാണ്ടിരിക്കുന്ന ഇരിപ്പും ആ തിരിയും പിരിയൊക്കെ കൂടെ കണ്ട ഒരു മണകോണാഞ്ചൽ ലക്ഷണ. ഇതാ ഞാൻ ഈ പിഞ്ഞാണം പൊട്ടിത്തെറിച്ച പോലെ എന്ന് പറഞ്ഞത്. മണഗുണാഞ്ചെന്ന് പറഞ്ഞപ്പോ ആ മൂക്കിലേം ചുണ്ടിലേക്കൊരു സൗന്ദര്യം. എന്നെ ഞാൻ കാച്ചില് പുഴുങ്ങണ പോലെ തിളച്ച വെള്ളത്തിലിട്ട് തോല് പൊളിച്ചില്ലെങ്കി വാടി ഇങ്ങോട്ട്. ഈ ഉണ്ണിയാർച്ചയുടെ അടുത്ത ഉറുമി എന്റെ കഴുത്തിനിട്ടായിരിക്കോ? പിന്നെ ഈ മരണക്കുഴിയിലിട്ട് ഞാൻ വെട്ടി മൂടിയില്ലെങ്കി വെരുന്തരട്ട, കണ്ണട്ട, പൂച്ചനട്ട, കരിന്തേള്, ഈ ഉള്ളു കമ്പി കാലെ കുത്തി കേറാൻ പറ്റാതെ അവൻ കുക്കറിയണം. നിന്റെ കുടുക്ക പൊട്ടിച്ച് 50 കുഴി വെട്ടാൻ ആ ഗോവേട്ടനും കൊടുത്ത് അവനീ ചതിക്കുഴിക്കകത്ത് കൃത്യമായി വീഴുന്ന എന്താ ഉറപ്പിന്റെ തത്തേ? അവനെ ഞാൻ തൂക്കിയെടുത്ത് ഇതിനകത്തോണ്ടിടും. നിങ്ങള് കണ്ടോ? അവനെട്ടാവത്തെന്ന് പറഞ്ഞ് തത്തയുടെ മുമ്പിൽ കൂടെ ഞുണ്ടി ഞുണ്ടി നടക്കും. പനക്കിട്ടെറിഞ്ഞത് ചൊടിക്കിട്ട് കൊണ്ടുപോലെ ആവൂ എന്റെ ഭഗവാനെ. വരുന്നടാ നിന്റെ ആ ഗർഭം കലക്കി. ഇതാര്? ഇവക്കിട്ട് കൊടറ ഒരു ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ എവിടെ പോവാൻ? പിന്നെ ഞാൻ ആലോചിച്ചപ്പോ എന്തിനാ ഇന്ന് വന്ന് നാളെ പോകുന്ന നിങ്ങളായിട്ടൊരു പിണക്കെന്ന് കരുതി. വാലിബനെ തത്തയ്ക്ക് തനിച്ചൊന്ന് കാണണായിരുന്നല്ലോ. വാലിബനെ തനിച്ചൊരു ഷോ കാണണമെങ്കിലേ തത്തമ്മേ പൂച്ച പൂച്ച അതിന് കാശ് കൂടും. ഇവനെ കണ്ട ഒരു വേട്ടോന്റെ ലുക്ക. ഒറ്റക്കണ്ണ, നിന്നെ മറ്റേ കണ്ണോട് ഞാൻ കൊത്തോഴിയെ കൊണ്ട് ബോർവെൽ അടിപ്പിക്കും. ഇയാൾക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ ഒറ്റയാനാ. അതായിരിക്കുമല്ലേ ഒരു കൊമ്പ്. കാക്ക കിട്ടാ ഉന്നം? കാക്ക പഷ്ട വറത്തടിക്കാൻ. അച്ഛനെ പോയച്ചു വാ. അയ്യേ, മനുഷ്യന്മാരെല്ലാം കാക്കയെ തിന്നോ? ചോറ് പിടിക്കത്തില്ലേ? കാക്കയെ തിന്നാ ഭയങ്കര മൈലേജ് അല്ലേ? മൈലേജോ? എന്ന് വെച്ചാ ഞരമ്പ് വളരും, ആയുസ് വർദ്ധിക്കും. ഈ പഴയ കാർന്നവന്മാരുടെ ഓരോ കണ്ടുപിടുത്തങ്ങളെ. പൂച്ച തിന്നോ? പൂച്ച തിന്നില്ല. അതെന്താ? പൂച്ച
തത്തെ പിടിക്കും. നല്ല വെണ്ടയ്ക്കും പാവയ്ക്കും കത്രിക്കൊക്കെ ഉള്ളപ്പോ എന്തിനാ മനുഷ്യന്മാര് ജന്തുക്കളെ തിന്നണേ? കുഴി എത്താറായടി. ഞങ്ങളുടെ നാട്ടിൽ പട്ടിയെ തിന്നുന്നവരുണ്ട്. അതിനെന്താ, തിന്നാലോ. പട്ടിണി കിടത്തി നല്ല ചൂട് ബിരിയാണി കൊടുത്ത് അവന്റെ കുടലം നിളക്കി വറുത്ത് തിന്ന നല്ല പട്ട നാക്ക് വളഞ്ഞു. തിന്നിട്ടുണ്ടോ? എനിക്കിഷ്ടമല്ലെന്നേ. എന്താ ഈ നാക്കൊക്കെ വളർന്ന് പുറത്ത് കിടന്ന കാണാൻ ഒരു സുഖമില്ല. എനിക്ക് വലിയ നാക്കുള്ളവരെ ഇഷ്ടമേ അല്ല. അയ്യോ വേറെ തട്ടി വീഴും. വാലിബന്റെ ശരിക്കുള്ള പേരെന്താ? എന്റെ പേരറിയില്ല. പറയോ? ഓ, ഇത് പറയാനാണോ ഇത്രയും താമസം? എന്റെ തത്തമ്മ ഞാൻ ലേറ്റാ சொன்னாலும் സ്റ്റൈലാ. ഈ കുഴിയിൽ എന്തൊക്കെയാണെന്നറിയോ? മുള്ളുകമ്പി, പെരുന്തരട്ട, ഊച്ചരട്ട, കണ്ണട്ട, കരിന്തേള. എന്റെ അമ്മോ, നീ എന്റെ തലയിൽ പാട്ടത്തേരൊഴിക്കും. അയ്യോ, എന്റെ മക്കൾക്ക് നീറുന്നുണ്ടല്ലേ. പാവോടി, നീ എന്റെ മുമ്പിൽ കൂടെ 8 10 പറഞ്ഞ് നടക്കുന്നത് എനിക്ക് കാണണം. അയ്യോ, കാണാൻ ഇറങ്ങിയിരിക്കുന്നു. ആന നടന്നു പോകുന്ന വഴിയില്ല. എങ്ങനെ ചവിട്ടിയാലോ ഭഗവാനെ? ഞങ്ങൾ പോവാ. ഇങ്ങനൊന്നും വരുമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. തത്തേ, ഈ മുള്ളുകമ്പി വേണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ കാക്കയിറച്ചിന്ന് ആയുസ് വർദ്ധിക്കുമെന്ന്. എന്റെ ഭഗവതി, കൈ കൊടുക്കും. എന്തിനാ പേടിപ്പിച്ചോണ്ട് നടന്നേ? അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നേ. കാലിലെന്തെങ്കിലും പറ്റിയോ? സാരല്ല. നിന്നെ കണ്ട കടിച്ച് തിന്നാൻ തോന്നും. എന്റെ ഭഗവതി, ഇതെന്താ ഇത്? ഞാൻ വെറുത്ത മനുഷ്യന് എന്റെ ദേഹത്ത് തൊടാൻ എങ്ങനെ ധൈര്യം വന്നു?